വീടിനകത്തേക്ക് മൃതദേഹം കൊണ്ടുവച്ചിരിക്കുകയാണ്. നാളെ ഇനിയിപ്പോൾ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ, സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ഇന്നിപ്പോൾ കാണാൻ കഴിയാത്തവരെല്ലാം നാളെ അവിടെ എത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിവരെ അവിടെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായിട്ടാണ് VSന്റെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായി അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. വേലിക്കകത്ത് വീട്ടിൽ അവസാനമായി വീണ്ടും അദ്ദേഹം വേലിക്കകത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി അവിടെയാണ് അദ്ദേഹം. അതിനുശേഷം നാളെയാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. കഴിഞ്ഞ മാസം ജൂൺ 23-നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന്, ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ VSനെ പ്രവേശിപ്പിച്ചത്. ഏതാണ്ട് 1 മാസത്തോളം അദ്ദേഹം അവിടെ ആശുപത്രിയിൽ കഴിഞ്ഞു. ഓരോ ദിവസവും അദ്ദേഹം മടങ്ങിവരും, സാധാരണ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തും എന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ അണികളും പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. മരുന്നുകളോട് പ്രതികരിക്കാതെ വരികയും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3:20 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. അടുത്ത ബന്ധുക്കളും മക്കളും അതുപോലെ തന്നെ പ്രധാന CPM നേതാക്കളും ഒക്കെ തന്നെ ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവരും മറ്റു മന്ത്രിമാരും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ഇന്ന് ഉച്ചകഴിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. CPMന്റെ രൂപീകരണത്തിൽ പങ്കാളികളായവരിൽ ജീവനോടെ ഉണ്ടായിരുന്നവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു VS അച്യുതാനന്ദൻ. 2006 മുതൽ 2011 വരെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത്. VS 3 തവണയായി 15 വർഷത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനവും അലങ്കരിച്ചു. 7 തവണയാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1985 മുതൽ 2009 വരെ അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. പിന്നീട് വിഭാഗീയതയുടെ പേരിലാണ് PBയിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടത്. 1980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായി. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം 2016 മുതൽ 2021 വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ച. പിന്നാലെയാണ് അദ്ദേഹത്തെ അനാരോഗ്യം അലട്ടുകയും പിന്നീട് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇപ്പോഴും ആ വീടിന് പുറത്ത് നിരവധി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പോലീസും അതുപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകരും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നമ്മെ പാടുപെടുകയാണ്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എന്താണ് ഇപ്പോൾ അവിടെ വീടിന് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആളുകൾക്ക് അകത്ത് കയറി കാണണമെന്ന ആവശ്യം ഉയർന്നതോടുകൂടിയാണോ ചെറിയൊരു വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് പോയി. അതിന് പിന്നാലെ തടിച്ചു കൂടി നിന്ന പ്രവർത്തകർ MV ജയരാജനായിരുന്നു നേരത്തെ കൃത്യമായ ഒരു നിർദ്ദേശം, ഒരു അനൗൺസ്മെന്റിലൂടെ നൽകിയത്. അതായത് പ്രവർത്തകരെല്ലാം ദയവായി പിരിഞ്ഞു പോകണം, ഇനി ആർക്കെങ്കിലും കാണാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ അതിനുള്ള അവസരമൊരുക്കുമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരുന്നു. ആ സമയത്ത് പ്രവർത്തകർ കുറെ പേർ ഇവിടെ നിന്നും, അതായത് വീട്ടിന് മുന്നിൽ നിന്ന പ്രവർത്തകർ പലരും മാറിപ്പോയിരുന്നു. നേതാക്കൾ പോയതിന് പിന്നാലെ പ്രവർത്തകർ വീണ്ടും വീട്ടിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിനകത്തേക്ക് കയറണമെന്നുള്ള ഒരു ആവശ്യം ഒന്നും പറയുന്നില്ല. പക്ഷേ നേരത്തെ തന്നെ എത്തി VSനെ വീട്ടിൽ വെച്ച് അവസാനം ഒരു നോക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹവുമായി നിന്ന നിരവധി ആളുകൾ ഇവിടെ തന്നെയുണ്ട്. അവർ ശാന്തരായി തന്നെ ഇപ്പോൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർ, അതായത് തങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച നേതാവ് വിട പറയുമ്പോൾ അവർ അതിൻ്റെതായ രീതിയിൽ, അതായത് എത്രത്തോളമുണ്ട് VSനോടുള്ള തങ്ങളുടെ സ്നേഹം എന്ന് കാണിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അവർ ഒരുപക്ഷെ, അതായത് ഈ വീടിനുള്ളിലേക്ക് കയറ്റി ആരെയും ഇന്ന് കാണിക്കാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. അത് തന്നെയാണ് പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശവും. പാർട്ടിയും അത്തരത്തിൽ തന്നെ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഗേറ്റ് ഉൾപ്പെടെ അടച്ചുകൊണ്ട് പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ റോഡിൽ പക്ഷേ തടിച്ചുകൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അധികം വൈകാതെ മുദ്രാവാക്യം അവസാനിപ്പിച്ച ശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ആളുകൾ അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. VSനെ ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞേക്കും എന്ന പ്രതീക്ഷയോടുകൂടി. പക്ഷേ പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും മടങ്ങണം. നാളെ രാവിലെ ദർബാർ ഹാളിലെ പൊതുദർശനം നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അത് കേട്ട ശേഷം കുറേയേറെ പേർ അവിടെ നിന്ന് മടങ്ങിയെങ്കിലും ഇപ്പോഴും ഒരുപാട് പേർ അവിടെ പുറത്തുണ്ട്.
നാളെ രാവിലെ 9 മണിയോടുകൂടി ദർബാർ ഹാളിലാണ് VSന്റെ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി VSന്റെ മൃതദേഹം കൊണ്ടുപോവുക. VSന്റെ വിയോഗത്തിലുണ്ടായ ആ തീരാവേദനയിലും സങ്കടത്തിലുമാണ് പാർട്ടിയും അതുപോലെ തന്നെ അണികളുമുള്ളത്. ഇപ്പോഴും വേലിക്കകത്ത് വീട്ടിന് മുന്നിൽ ആളുകൾ കാത്തിരിക്കുകയാണ്. VSനെ കാണാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷയോടെ VSന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം.